വെൽക്കം ബാക്ക് ടു ഓറിയന്റേഷൻ പ്രോഗ്രാം 10.4. അപ്പോ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഫസ്റ്റ് സെക്കൻഡും തേർഡും സെഷൻ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് സെഷനിലാണ് അല്ലെ, സിലബസ് ഡീകോഡിംഗ്. MBA സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷനിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അപ്പൊ എന്റെ പേര് മുബീന എന്നാണ്. ലേൺവൈസിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ സെഷനകത്ത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ലോജിഷ മാം ഉണ്ട്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റെക്കോർഡിംഗ് സപ്പോർട്ടിനായിട്ട് നമ്മുടെ രാഗി മാം ഉണ്ട്, വാണി മാം ഉണ്ട്. രണ്ടുപേരും നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ളവരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് സെമ്മ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇനി നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെറിയൊരു ഔട്ട്കം ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചില ആളുകളൊക്കെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് അതേപോലെ തന്നെ നിങ്ങൾ ഔട്ട്ഗോയിങ് സെക്ഷൻസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റും നമ്മൾ ബ്ലോക്ക് വൈസും അതേപോലെ തന്നെ യൂണിറ്റ് വൈസ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിലബസ് പഠിക്കാനായിട്ട് നമുക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽപ്പ് ബുക്ക് ആയിട്ടുണ്ട്, എക്സാം പീഡിയ, അസൈൻമെന്റ്സ്, ഗൈഡ് ബുക്ക്, PYQA എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നായിട്ട് ഇനി നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റികൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലേൺ വൈസിനകത്ത് നമ്മുടെ ഈ ഒരു സിലബസ് കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ടൈംലി വരുന്ന അസൈൻമെന്റ്സും അതുപോലെ തന്നെ എക്സാംസും സ്റ്റഡി സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് ഇത് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ അഡ്വാൻസ് സപ്പോർട്ട് ആയിട്ടുള്ള എക്സാം സ്പെഷ്യൽ ലൈവ്സുകൾ, അതേപോലെ തന്നെ മോഡൽ എക്സാം നടത്താറുണ്ട് നമ്മൾ, അതിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ EEP എന്ന് പറയും, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്കുണ്ട്, അതിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് അംബാസഡർ സെഷന്, അതുപോലെ നമ്മുടെ അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓൾറെഡി നമ്മൾ എല്ലാ സെഷനിലും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ നമ്മൾ എന്തും തരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്ക് നമുക്ക് ഈ ഒരു സെഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇന്നത്തെ സെഷനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തന്നെ പറയാം. നമ്മുടെ ഇഗ്നോ സിലബസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും 5 ലെയേഴ്സ് ആണ് നമ്മുടെ സിലബസിനകത്ത് വരുന്നത്. ഫസ്റ്റ് വേണം തന്നെ പറയാം, നമ്മുടെ പ്രോഗ്രാം ആണ്. നമ്മുടെ പ്രോഗ്രാം നമുക്കറിയാം, നമ്മൾ MBA ആണ് എടുത്തിട്ടുള്ളത്. MBA തന്നെ ഇയർ വൈസ്, നമുക്ക് ഇയർ വൈസോ സെമസ്റ്റർ വൈസോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ എക്സാം എഴുതാറുള്ളത് സെമസ്റ്റർ വൈസ് ആണ് നമ്മൾ എക്സാം എഴുതാറുള്ളത്. നമുക്ക് 2 വർഷത്തെ കോഴ്സാണ് വരുന്നത്. നമുക്ക് സെമസ്റ്റർ വൈസ് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇയർ വൈസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 സെമസ്റ്റർ ഒരുമിച്ച് എഴുതിയെടുക്കാനും പറ്റാറുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോഴ്സ്. നമ്മൾ എപ്പോഴും കോഴ്സ് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ഓരോ പേപ്പറിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, കോഴ്സ് എന്നിവിടെ സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ MBA-ക്കാരാണ്, നിങ്ങൾക്ക് അറിയാം MMPC 001, MMPC 002 അങ്ങനെയായിരിക്കും നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ കോഡ് വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പേപ്പറിന്റെ പേരെന്താണോ അതിനെയാണ് നമ്മളിത് പറയാ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്രെഡിറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടാവും. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ക്രെഡിറ്റ്സ് പേപ്പർ അല്ലെങ്കിൽ 5 ക്രെഡിറ്റ്സ് പേപ്പർ, 6 ക്രെഡിറ്റ്സ് പേപ്പർ എന്നൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ 4 അല്ലെങ്കിൽ 5 നമ്മൾ ഈ ക്രെഡിറ്റ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് എത്ര ഹവേഴ്സ് വേണം നമുക്കത് പഠിക്കാൻ എന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ പേപ്പർ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട ടൈം എത്രയാണ് എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 ഹവേഴ്സ് ആണ്. അപ്പോൾ 4 ക്രെഡിറ്റിന്റെ പേപ്പർ ആണെങ്കിൽ എത്ര വരും, ഒരു 120 ഹവേഴ്സ് എങ്കിലും നമ്മൾ ഒരു പേപ്പർ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ക്രെഡിറ്റ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ തന്നെ നമ്മൾ ക്രെഡിറ്റിനനുസരിച്ചിട്ട് തന്നെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഉറപ്പുവരുത്തണം പഠിക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ നമുക്ക് ഇനി പറയുന്നത് ബ്ലോക്ക് ആണ്. ബ്ലോക്സ് എന്ന് പറയുന്നത് ഓരോ ബുക്ക് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും നമുക്ക് ഒന്നിച്ച് അങ്ങ് കണ്ടന്റ് തന്നേക്കല്ല അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇനി മെറ്റീരിയൽ ആയിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ലേൺ വൈസിന്റെ ആപ്പിനകത്ത് കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി തന്നെ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ഓരോ ബ്ലോക്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ നമ്മൾ പല ബ്ലോക്കുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ചിലതിന് 4 ബ്ലോക്ക് ആയിരിക്കും, ചിലതിന് 5 ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് തന്നെ നമുക്ക് ഓരോ ബ്ലോക്കിന് ഓരോ പേരും ഒക്കെ കൊടുത്തിട്ടായിരിക്കും, ഓരോ ഷോർട്ട് ആക്കിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ യൂണിറ്റ് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും.
ഓരോ യൂണിറ്റ് ഒരു ബ്ലോക്കിൽ തന്നെ ചിലപ്പോൾ 2, 3, 4 യൂണിറ്റുകളൊക്കെ ആക്കി മാറ്റിയിട്ടായിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാനും നിങ്ങൾക്ക് ഇത് സാധിക്കും. അപ്പൊ ഈ രൂപത്തിൽ തന്നെ നമ്മൾ ലേൺവൈസിലും ഇത് മാപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഇനി 5ാമത്തെ ലെയർ ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തും വരുന്നുണ്ട്, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് കൂടെ വരുന്നത്. അതാണ് TEE എന്ന് പറയുന്നത്, ടേം ആൻഡ് എക്സാമിനേഷൻസ്. നമ്മൾ സെമസ്റ്ററിന്റെ എൻഡിൽ എഴുതുന്ന എക്സാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, TEE എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ 5 ലേയേഴ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിലബസ് കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇനി ഏതൊക്കെ രൂപത്തിലാണ്, ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ, നമുക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയറിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെ പേപ്പേഴ്സ് ആണ്, എത്ര പേപ്പേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യണം, അത് എത്ര ക്രെഡിറ്റിൻ്റെതാണ്, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നായിട്ട് തന്നെ ഫസ്റ്റ് ഇയറിന്റെ നമുക്കത് ക്ലിയർ ആക്കിയിട്ട് തന്നെ പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ MBA ഡീകോഡ് ചെയ്യാണ്. അപ്പോൾ ഒരു ബിഗ് പിക്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം, MBA എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 2 വർഷത്തെ കോഴ്സാണ് നമ്മുടെ MBA കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഇഗ്നോയിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഒരു ബിഗ് പിക്ചറിൽ നോക്കുന്ന സമയത്ത് നമുക്കത് എത്ര വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു 3 അല്ലെങ്കിൽ 4 വർഷം വരെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. മീൻസ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മാക്സിമം നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ആദ്യത്തെ 2 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, MBA കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. എല്ലാ പേപ്പേഴ്സും ഈ ആദ്യത്തെ 2 വർഷത്തിനകം തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ പെട്ട് നമുക്ക് എഴുതാൻ പറ്റാണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 4 വർഷത്തിനകം എന്ത് ചെയ്താൽ മതി, ഈ പേപ്പേഴ്സ് നമുക്ക് ക്ലിയർ ചെയ്തെടുത്താലും മതിയാകുന്നതാണ്. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്കൊരു ഫസ്റ്റ് ഇയറിന്റെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മളത് ബിൽഡ് ചെയ്യാനായിട്ട് പോവാണ്. ഹായ് ഓൾ, നമുക്ക് സിലബസ് മാപ്പിംഗിലോട്ട് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് MBA ഫസ്റ്റ് ഇയറിലെ നമ്മുടെ സബ്ജക്റ്റും അതുപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം MMPC 001 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഓരോരോ സബ്ജക്റ്റിന്റെയും കോഡാണ്. ഓക്കെ, നമ്മളിപ്പം ഓരോരോ സബ്ജക്ട് പറയുമ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള കോഡും കൂടി ചേർത്ത് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ SLM, ഷോർട്ട് നോട്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഫുള്ളി അവൈലബിൾ ആണെന്നുള്ളതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് മാം നിങ്ങളടുത്ത് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് എന്താണ് എന്നുള്ളത്. നമുക്ക് അറിയാം 30 അവേഴ്സ് എന്നുള്ളത്. അപ്പൊ 4x30 അവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പറയുന്നത് MMPC 001, അതായത് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. അതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് HRM, MMPC 002. അതും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് MMPC 003, ബിസിനസ് എൻവയോൺമെന്റ്. അതിന്റെയും നമുക്ക് മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് MMPC 004, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. ആൻഡ് ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്തത് MMPC 005, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ അപ്ലിക്കേഷൻസ്. അതിന്റെയും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് MMPC 006, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അതിന്റെ മെറ്റീരിയൽസും ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് MMPC 006, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് 4. അടുത്തത് വരുന്നത് MMPC 007, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഫുള്ളി അവൈലബിൾ. ക്രെഡിറ്റ് വരുന്നത് 4. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ, അതായത് MBA ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ സബ്ജക്ട് വരുന്നത്. MMPC 001 to MMPC 007 വരെ. അപ്പം ഇത്രയും സബ്ജക്ട് നമ്മൾ എല്ലാവരും ഈ ഒരു ജോയിൻ ചെയ്തത് മുതൽ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഇതെല്ലാവർക്കും പരിചയമുള്ള സബ്ജക്റ്റുകളായിരിക്കുമല്ലോ അല്ലെ. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സെക്കൻഡ് സെമ്മിലതാണ്. സെക്കൻഡ് സെമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് MMPC 008 തൊട്ടിട്ടാണ്. അതായത് MMPC 008 പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്. ആൻഡ് MMPC 009, മാനേജ്മെന്റ് ഓഫ് മെഷീൻ ആൻഡ് മെറ്റീരിയൽസ്. അതിന്റെയും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4.
അടുത്തത് വരുന്നത് MMPC 0010 മാനേജീരിയൽ എക്കണോമിക്സ്. അതിന്റെയും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് MMPC 011 സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്. അതിന്റെയും മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് MMPC 012 സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് MMPC 013 ബിസിനസ് ലോ. ഫുള്ളി അവൈലബിൾ മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. അടുത്തത് വരുന്നത് MMPC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഫുള്ളി അവൈലബിൾ ആണ്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4. ഇത്രയും ഓക്കെ ആണല്ലോ. നമ്മുടെ MBAയുടെ ഫസ്റ്റ് ഇയറിലെ അതായത് 1 to 14 വരെയുള്ള നമ്മുടെ സബ്ജക്റ്റ് ആണിത് വിത്ത് സബ്ജക്ട് കോഡ്. ഓക്കെ ആണല്ലോ. അടുത്തതിലോട്ട് മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ സെക്കൻഡ് ഇയറിലതാണ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അതായത് MMPC 0152 MMPC 020 അതായത് 15 മുതൽ 20 വരെയുള്ളത് നമ്മുടെ കോമൺ ആയിട്ടുള്ള കോർ പേപ്പേഴ്സ് ആണ്. നമുക്ക് പഠിക്കാനുള്ള കോർ പേപ്പേഴ്സ് ആണ് 15 to 20 വരെ വരുന്നത്. പിന്നെ അങ്ങോട്ട് 20 അതായത് MMPP 001 എന്ന് പറയുന്നത് നമുക്ക് പ്രോജക്റ്റ് വരുന്നുണ്ട്. പ്രോജക്റ്റ് വരുന്നതും നമ്മുടെ സെക്കൻഡ് ഇയറിലാണ്, അതായത് തേർഡ് സെമിലാണ് പ്രോജക്റ്റ് വരുന്നത്. പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം നമ്മുടെ സ്പെഷ്യലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ. ഇത്രയുമാണ് നമ്മളുടെ സ്പെഷ്യലൈസേഷൻ വരുന്നത്. ആ സ്പെഷ്യലൈസേഷൻ ആണ് നമ്മൾ അതായത് നമുക്ക് കാണാം MMPF 001 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യലൈസേഷനും കാര്യങ്ങളുമാണ്. 15 to 20 വരെ വരുന്നതാണ് നമ്മുടെ കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെതായാലും മെറ്റീരിയൽസ് നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. എല്ലാ സ്പെഷ്യലൈസേഷന്റെ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ പ്രോജക്റ്റിന് മാത്രമാണ് ക്രെഡിറ്റ് വരുന്നത് 8 വരുന്നത്. ബാക്കി എല്ലാത്തിനെയും ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് ഇതിലും MMPC 001 തൊട്ടിട്ട് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ്, അതായത് സ്പെഷ്യലൈസേഷന്റെ പേപ്പേഴ്സ് തന്നെയാണ്. ആ MM എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ HM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ FM എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റിന് നമുക്ക് ലാസ്റ്റിൽ ഒരു ഇന്റേൺഷിപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു പ്രാക്ടിക്കൽ പ്രോജക്റ്റും വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്പെഷ്യലൈസേഷനും കാര്യങ്ങളും വരുന്നത്. അത് നമ്മുടെ സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടു എത്ര പേപ്പേഴ്സ് എന്നുള്ളത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് 15 മുതൽ 20 വരെയുള്ള നമ്മുടെ കോർ പേപ്പേഴ്സും ബാക്കി വരുന്നത് സ്പെഷ്യലൈസേഷൻസും ആണ്. സ്പെഷ്യലൈസേഷന്റെ എല്ലാ പേപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മുടെ സിലബസിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണ്. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കോഡ് നോക്കണം എന്നുള്ളത്. MMPC 001 എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം നമുക്ക് ഓരോരോ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ആപ്പിലെ വീഡിയോസ് കാണുന്ന സമയത്തായാലും നമ്മുടെ SLM നോക്കുന്ന സമയത്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് ബ്ലോക്ക് എന്നുള്ളത്. അതായത് ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ബ്ലോക്ക് 2 പറയുന്നത് മാനേജീരിയൽ പ്രോസസ്. ആൻഡ് ബ്ലോക്ക് 3 പറയുന്നത് ദ കണ്ടിന്യൂഷൻ തന്നെയാണ് മാനേജീരിയൽ പ്രോസസ് 2. ആൻഡ് ബ്ലോക്ക് 4 പറയുന്നത് ഓർഗനൈസേഷണൽ പ്രോസസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 4 ബ്ലോക്ക് എന്ന് പറയുന്നത് MMPC 001-ൽ. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ബ്ലോക്കിനെ യൂണിറ്റ് ആയിട്ട് തിരഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതിൽ യൂണിറ്റ് 1 പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതായത് നമുക്കൊരു മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂവിനെ കുറിച്ചിട്ടാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഇവല്യൂഷൻ. അതായത് മാനേജ്മെന്റിന്റെ ഇവല്യൂഷൻ, അതായത് ആ ഒരു ഹിസ്റ്ററിയെ പറ്റിയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 3 പറയുന്നത് റോൾ ഓഫ് മാനേജേഴ്സ്, അതായത് ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന്റെ റോൾ എന്താണ് അതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 പറയുന്നത് നമ്മുടെ മാനേജീരിയൽ പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം മാനേജീരിയൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്, ദീസ് ആർ ദ മാനേജീരിയൽ പ്രോസസ്. അതിൽ നമുക്ക് യൂണിറ്റ് 4 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാനിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതായത് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും അത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്.
അടുത്ത യൂണിറ്റ് 5 വരുന്നത് ഓർഗനൈസിംഗ് ആണ്. ആൻഡ് യൂണിറ്റ് 6 വരുന്നത് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിംഗ് ആണ് വരുന്നത്. അടുത്തത് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് ബ്ലോക്ക് 2 മാനേജീരിയൽ പ്രോസസ് ആണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൺട്രോളിംഗ്, അങ്ങനെ മോട്ടിവേറ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇത്രയാണ് നമ്മളുടെ പ്രോസസ് എന്ന് പറയുന്നത്. ആ മാനേജീരിയൽ പ്രോസസ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 1ഉം 2ഉം ആക്കി മാറ്റിയത്. അതിൽ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് മാനേജീരിയൽ പ്രോസസ് 2 പാർട്ട് 2 ആണ്. അതായത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 7 പറയുന്നത് കൺട്രോളിങ്ങിനെ പറ്റിയിട്ടും, യൂണിറ്റ് 8 പറയുന്നത് ലീഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്, ആൻഡ് യൂണിറ്റ് 9 പറയുന്നത് ഡിസിഷൻ മേക്കിംഗും ആണ്. ഇത്രയാണ് ബ്ലോക്ക് 3 വരുന്നത്. ഇനി ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4 ഓർഗനൈസേഷണൽ പ്രോസസ് ആണ്. അതായത് യൂണിറ്റ് 10 പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് യൂണിറ്റ് 10 പറയുന്നത്. അടുത്തത് പറയുന്ന യൂണിറ്റ് 11 ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും, യൂണിറ്റ് 12 പറയുന്നത് ഓർഗനൈസേഷൻ കൾച്ചേഴ്സ്, ആൻഡ് യൂണിറ്റ് 13 പറയുന്നത് മാനേജിംഗ് ചേഞ്ച്, ആൻഡ് യൂണിറ്റ് 14 പറയുന്നത് എത്തിക്സ് ആൻഡ് CSR, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് അടുത്ത സബ്ജക്ട് കോഡ്. ഇത്രയും നമ്മൾ പറഞ്ഞത് MMPC 001 കാര്യങ്ങളായിരുന്നു. ആ 1 കാര്യത്തിൽ നമ്മൾ ബ്ലോക്ക് 4 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് MMPC 002 ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM. ഓക്കെ, അതിൽ ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഓരോ ബ്ലോക്കിനെയും യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് യൂണിറ്റ് 1 കൺസെപ്റ്റ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കൺസെപ്റ്റും അതിന്റെ ഇവല്യൂഷനും ആണ് ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് HRMന്റെ ഫങ്ഷൻസും കാര്യങ്ങളുമാണ് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് HRM, എൻവയോൺമെന്റും HRMത്തിനെ പറ്റിയിട്ടുമാണ് യൂണിറ്റ് 3 പറയുന്നത്. അടുത്ത ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ സോഴ്സിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതിൽ യൂണിറ്റ് 4 പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, HR പ്ലാനിംഗ് എന്ന് പറയും ഷോർട്ടായിട്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 5 പറയുന്നത് ജോബ് അനാലിസിസ്, ഡിസൈൻ ആൻഡ് ഇവല്യൂഷൻ ആണ്. ആൻഡ് യൂണിറ്റ് 6 പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, അതായത് നമുക്കൊരു കമ്പനി നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മൾ ആൾക്കാരെ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇന്റർവ്യൂ നടത്തിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് മുതൽ, അതായത് എങ്ങനെയാണ് ആൾക്കാരെ എടുക്കുന്നത്, അത് കഴിഞ്ഞ് അതിന്റെ സെലക്ഷൻ വരെയുള്ള കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 7 പറയുന്നത് സോഷ്യലിസം ആൻഡ് മൊബിലിറ്റി എന്നുള്ള ഇതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് HR എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ ഓരോരോ ആൾക്കാരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് HR എന്ന് പറയുന്നത്. MMPC 003 ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. അതിൽ ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ്, അതായത് ഓരോരോ ബ്ലോക്കിനെയും യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. തേർഡ് യൂണിറ്റിൽ പറയുന്നത് സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെന്റിനെ പറ്റിയിട്ടും, യൂണിറ്റ് 4 പറയുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അടുത്തത് ബ്ലോക്ക് 2 ആണ് പറയുന്നത്. ബ്ലോക്ക് 2 ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ എക്കോണമിന്റെ ഒരു ഓവർവ്യൂ ആണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 5 പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും, യൂണിറ്റ് 6 പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്കിനെ പറ്റിയിട്ടും, യൂണിറ്റ് 7 പറയുന്നത് അഗ്രികൾച്ചറൽ ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 പറയുന്നത്. അടുത്തത് ബ്ലോക്ക് 3 പറയുന്നത്. ബ്ലോക്ക് 3 പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. അതിൽ യൂണിറ്റ് 8 പറയുന്നത് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിനെ പറ്റിയിട്ടും, അതിന് ഡിഫറെന്റ് ടെക്നിക്ക് ഉണ്ട് പെർഫോമൻസ് അപ്രൈസലിന്റെ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 9 കരിയർ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും, യൂണിറ്റ് 10 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും, യൂണിറ്റ് 11 കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റുമാണ് പറയുന്നത്. നമുക്ക് അതായത് ഈ യൂണിറ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. നമ്മൾ ഒരു കരിയറിലെ ഡെവലപ്മെന്റ്, അതിനുശേഷം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 പറയുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻസിനെ പറ്റിയിട്ടാണ്.
യൂണിറ്റ് 12 പറയുന്നത് എംപ്ലോയി എംപവർമെന്റും യൂണിറ്റ് 13 പറയുന്നത് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിൻ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും യൂണിറ്റ് 14 പറയുന്നത് യൂണിയൻ ആൻഡ് അസോസിയേഷൻസിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ബ്ലോക്കാണ് ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും, അതായത് 4 ബ്ലോക്കാണ് ബിസിനസ് എൻവയോൺമെന്റിൽ നമ്മളിപ്പം കണ്ടത്. ഇനി അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് MMPC 004 അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ്. ഇതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്, അതായത് അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റില് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത്, അതായത് നമ്മുടെ അക്കൗണ്ടൻസി ആണിത്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടൻസി എങ്ങനെ വന്നു, എന്തൊക്കെയാണ് അക്കൗണ്ടൻസിന്റെ റൂൾസ്, അതായത് അക്കൗണ്ടൻസിന്റെ പ്രിൻസിപ്പിൾസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ തുടങ്ങുന്നത്. അതായത് അക്കൗണ്ടിങ് അറിയാത്തവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ബേസിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത യൂണിറ്റ് 2 പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ടിങ്. ബുക്ക് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും, അതായത് നമ്മുടെ ജേർണൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നമുക്ക് ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു വേർഡ്സ് കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ ബേസ് ആണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. അധികവും തിയറിയും വരുന്നുണ്ട്, പ്രോബ്ലവും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബേസ് ലെവൽ തൊട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂണിറ്റ് 3 പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസ്. അതിൽ യൂണിറ്റ് 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസ്. ആൻഡ് യൂണിറ്റ് 5 പറയുന്നത് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്രയുമാണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. നമ്മുടെ ബേസിക് കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത്. അടുത്ത നമ്മളുടെ ബ്ലോക്ക് 2 കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗിൽ നമ്മൾ യൂണിറ്റ് 6 പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ക്ലാസിഫൈങ് കോസ്റ്റ്. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു തിയറി പാർട്ടും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 6 കവർ ചെയ്യുന്നത്. അടുത്ത യൂണിറ്റ് 7 പറയുന്നത് അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. അതും ഇതുപോലെ തന്നെ തിയറിയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ യൂണിറ്റ് 8 പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഇത്രയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇനി അടുത്തത് ബ്ലോക്ക് 3 പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 9 പറയുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അതായത് CVP അനാലിസിസ് എന്ന് പറയും. അതുപോലെ തന്നെ യൂണിറ്റ് 10 പറയുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. നമുക്കൊരു ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ടെക്നിക്സ്, അതുപോലെ തന്നെ അതിന്റെ മെത്തേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 10 പറയുന്നത്. യൂണിറ്റ് 11 വേരിയൻസ് അനാലിസിസ് ആണ്. അതിന്റെ നമുക്ക് തിയറി പാർട്ടും ഉണ്ട്, പ്രോബ്ലം പാർട്ടും ഉണ്ട്. അടുത്ത ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് പറയുന്നത്. അതായത് യൂണിറ്റ് 12 കവർ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആനുവൽ റിപ്പോർട്ട്സ്. ആൻഡ് യൂണിറ്റ് 13 പറയുന്നത് കമ്പാരിറ്റീവ് കോമൺ സൈസ് ആൻഡ് ട്രെൻഡ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് യൂണിറ്റ് 14 പറയുന്നത് റേഷ്യോ അനാലിസിസ്. അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ച് തിയറിയും ഉണ്ട്. അടുത്ത ബ്ലോക്ക് 5 പറയുന്നത് എമർജിംഗ് ഇഷ്യൂസ് ഇൻ അക്കൗണ്ടിങ്. അതായത് യൂണിറ്റ് 15 പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ യൂണിറ്റ് 16 പറയുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുമാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ MMPC 004 എന്നുള്ള പേപ്പർ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പ്രോബ്ലവും വരുന്നുണ്ട്, തിയറിയും വരുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം വെച്ചും പഠിക്കാം, തിയറി വെച്ചും ജയിക്കാൻ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും ഹെൽപ്പും എല്ലാം ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ടൻസി എന്നുള്ള പേപ്പർ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അക്കൗണ്ടൻസി എന്ന് പേര് കേട്ട് ആരും പേടിക്കേണ്ട, ബേസ് ഇല്ലാന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഫുൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ. അടുത്തത് വരുന്നത് MMPC 005 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ ആപ്ലിക്കേഷൻ. അതായത് ഫസ്റ്റ് സെമ്മില് ഞാൻ പറഞ്ഞു നമുക്ക് 2 പ്രോബ്ലം പേപ്പർ ഉണ്ട്. അതിൽ ഒരു പ്രോബ്ലം പേപ്പറാണ് നമ്മളിപ്പോ നോക്കിയത്, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് എന്നുള്ളത് MMPC 004. ഇനി അടുത്ത ഒരു പ്രോബ്ലം പേപ്പറാണ് MMPC 005 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. അതില് യൂണിറ്റ് 1 പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിറ്റ് 2 പറയുന്നത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ.
ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ഇതും നമ്മൾ പേടിക്കുന്ന അത്ര ടഫ് അല്ല, കാരണം തിയറീസും കാര്യങ്ങളും തന്നെയാണ് ഇതിലും വരുന്നത്. അടുത്ത ബ്ലോക്ക് 2 പറയുന്നത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എന്നതാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അതിൽ യൂണിറ്റ് 5 പറയുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളുമാണ് പറയുന്നത്. യൂണിറ്റ് 6 പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് യൂണിറ്റ് 7 പറയുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് യൂണിറ്റ് 8 പറയുന്നത് ഡിസിഷൻ തിയറി. ഇത്രയുമാണ് നമ്മൾ ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 വരുമ്പോൾ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ യൂണിറ്റ് 9 പറയുന്നത് സാമ്പിളിംഗ് മെത്തേഡ്, അതായത് എന്തൊക്കെയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്നുള്ളതും. യൂണിറ്റ് 10 വരുന്ന സമയത്ത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടും. യൂണിറ്റ് 11 വരുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്, അതായത് ഹൈപ്പോത്തിസിസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. യൂണിറ്റ് 12 പറയുന്നത് നമ്മുടെ കൈ സ്ക്വയർ ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 പറയുന്നത് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, അതായത് യൂണിറ്റ് 13 പറയുന്നത് ബിസിനസ് ഫോർകാസ്റ്റിംഗും യൂണിറ്റ് 14 പറയുന്നത് കോറിലേഷൻ ആൻഡ് യൂണിറ്റ് 15 റിഗ്രഷനും യൂണിറ്റ് 16 ടൈം സീരീസ് അനാലിസിസ്. ഇത്രയാണ് ബ്ലോക്ക് 4 നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പേര് കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പേര് വലുതാണെങ്കിലും ഉള്ളിലുള്ള കണ്ടന്റ് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്, കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പ്രോബ്ലവും വരുന്നുണ്ട്, തിയറിയും വരുന്നുണ്ട്. നമുക്ക് പഠിച്ചെടുക്കാവുന്ന പ്രോബ്ലംസും തിയറീസും മാത്രമാണ് ഈ QT എന്ന് പറയുന്ന പേപ്പറിലുള്ളത്. അതുകൊണ്ട് പേര് കണ്ട് റിഗ്രഷൻ, അങ്ങനെയുള്ള കൈ സ്ക്വയർ, അങ്ങനെയുള്ള പേര് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം സിമ്പിൾ ആണ്. അടുത്തത് MMPC 006 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ഓവർവ്യൂ, അതായത് എന്താണ് മാർക്കറ്റ്, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റ് പറയുന്നത് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അനാലിസിസ്. തേർഡ് യൂണിറ്റിൽ പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ ആയാലും നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ പലരും യൂട്യൂബ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന തിയറി പേപ്പർ. അടുത്തത് ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ. അതായത് യൂണിറ്റ് 5 പറയുന്നത് പ്രോഡക്റ്റ് ഡിസിഷൻസും യൂണിറ്റ് 6 പറയുന്നത് ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ഡിസിഷൻ. അതായത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പല ബ്രാൻഡുകളെ പറ്റിയിട്ട്. നമ്മുടെ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ പല ബ്രാൻഡുകളുടെ ലോഗോസും നമ്മൾ കണ്ടവരാണ്. അപ്പൊ നമുക്ക് അത് വെച്ച്, അതായത് ഓരോ ബ്രാൻഡ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ, അതായത് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുന്നത് ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ഡിസിഷൻ. അടുത്തത് യൂണിറ്റ് 7 വരുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അതായത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഓരോരോ സ്റ്റേജസും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് 8 പറയുന്നത് പ്രൈസിംഗ് ഡിസിഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് സ്ട്രാറ്റജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 8 പ്രൈസിംഗ് ഡിസിഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻസ് ഡിസിഷൻ. ഇതാണ് നമ്മുടെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 പറയുന്നത് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് യൂണിറ്റ് 10 പറയുന്നത് അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്വർടൈസ്മെന്റ് എന്താണെന്നുള്ളത്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്താണെന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 11 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് മാനേജിംഗ് സെയിൽസ് പേഴ്സണൽ. ആൻഡ് യൂണിറ്റ് 12 പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്. ഇത്രയുമാണ് ബ്ലോക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് എന്നുള്ള ഒരു പാർട്ടിൽ കവർ ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 4. ബ്ലോക്ക് 4 പറയുന്നത് സെക്ടറൽ അപ്ലിക്കേഷൻസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ്. അതായത് യൂണിറ്റ് 13 പറയുന്നത് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ആൻഡ് യൂണിറ്റ് 14 പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേർഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 14 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 15 പറയുന്നത് അതർ എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്. അതായത് ബാക്കിയുള്ള എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 15 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള പേപ്പറിൽ കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 4 വരെയാണുള്ളത്, യൂണിറ്റ് 15 വരെ. അപ്പം ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, കാരണം സിമ്പിൾ സബ്ജക്ട് തന്നെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മളുടെ MMPC 007 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ബ്ലോക്ക് 2 പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക്
ആൻഡ് ബ്ലോക്ക് 3 പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് ആൻഡ് ബ്ലോക്ക് 4 പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഈ 4 ബ്ലോക്കുകളാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതായത് യൂണിറ്റ് 1 പറയുന്നത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ബേസിക് കാര്യങ്ങളാണ് യൂണിറ്റ് 1 പറയുന്നത്. ആൻഡ് യൂണിറ്റ് 2 പറയുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സും കാര്യങ്ങളുമാണ് യൂണിറ്റ് 2 പറയുന്നത്. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 3 പറയുന്നത്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പേപ്പറിൽ വരുന്നത്. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമ്മൾ സംസാരിക്കുന്ന സാധാരണയുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന് ഓരോരോ പേരുകൾ കൊടുത്തിട്ട് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ ഒരു ഇത്. അടുത്തത് ബ്ലോക്ക് 2 പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക്. അതായത് യൂണിറ്റ് 5 പറയുന്നത് ലിസണിംഗ് ആൻഡ് റീഡിംഗ് സ്കിൽസ്. ആൻഡ് യൂണിറ്റ് 6 പറയുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് യൂണിറ്റ് 7 പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ്സ്. ആൻഡ് യൂണിറ്റ് 8 കവർ ചെയ്യുന്നത് പ്രസന്റേഷൻ സ്കിൽസ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക്. അതായത് യൂണിറ്റ് 9 കവർ ചെയ്യുന്നത് ബേസിക്സ് ഓഫ് റിട്ടൺ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് യൂണിറ്റ് 10 പറയുന്നത് ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസ്. ആൻഡ് യൂണിറ്റ് 11 പറയുന്നത് ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ്. ഇത്രയാണ് ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 4 പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. അതായത് യൂണിറ്റ് 12 പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ്. ആൻഡ് യൂണിറ്റ് 13 പറയുന്നത് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് യൂണിറ്റ് 14 പറയുന്നത് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് യൂണിറ്റ് 15 പറയുന്നത് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് ബ്ലോക്ക് 4 നമ്മൾ കവർ ചെയ്യുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് 12 മുതൽ യൂണിറ്റ് 15 വരെയാണ് ഉള്ളത്. ഇനി അടുത്തത്, അതായത് ഇത് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കി പോവാം. നമ്മുടെ സെക്കൻഡ് സെം വരുന്ന സമയത്ത് MMPC 008 ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്. അതിൽ ബ്ലോക്ക് 1 പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ്. ആൻഡ് ബ്ലോക്ക് 2 പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് ബ്ലോക്ക് 3 പറയുന്നത് സിസ്റ്റം അനാലിസിസ് ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ആൻഡ് ബ്ലോക്ക് 4 പറയുന്നത് സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് IT-ലെ, അതായത് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോവുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ് ഫസ്റ്റ് ബ്ലോക്ക് ആണ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ, അതായത് IT-യെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 2 പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ്. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ആൻഡ് യൂണിറ്റ് 4 നെറ്റ്വർക്കിംഗ് ടെർമിനോളജീസ്. ഇത്രയും കാര്യങ്ങളാണ് MMPC 008 പറയുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം. യൂണിറ്റ് 5 MIS ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്. ആൻഡ് യൂണിറ്റ് 6 പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി. ആൻഡ് യൂണിറ്റ് 7 പറയുന്നത് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം ആൻഡ് DSS ആൻഡ് EIS. ആൻഡ് യൂണിറ്റ് 8 പറയുന്നത് ഇന്റഗ്രേറ്റഡ് അപ്ലിക്കേഷൻസ്. അടുത്ത ബ്ലോക്ക് 3 സിസ്റ്റം അനാലിസിസ് ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. അതിൽ യൂണിറ്റ് 9 പറയുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ആൻഡ് യൂണിറ്റ് 10 സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ. ആൻഡ് യൂണിറ്റ് 11 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ആൻഡ് ബ്ലോക്ക് 4 പറയുന്നത് സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ. ആൻഡ് യൂണിറ്റ് 12 പറയുന്നത് ഡാറ്റാബേസ് റിസോഴ്സ് മാനേജ്മെന്റ്. ആൻഡ് യൂണിറ്റ് 13 പറയുന്നത് ഡാറ്റ വെയർഹൌസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ്. ആൻഡ് യൂണിറ്റ് 14 പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ആൻഡ് യൂണിറ്റ് 15 പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ IT. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 4 പറയുന്നത്. അടുത്തത് നമ്മുടെ ടോപ്പിക് നോക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്ലോക്ക് മാത്രം പറഞ്ഞു പോവാം, കാരണം ഇത് നമ്മളുടെ സെക്കൻഡ് സെം ആണ്. നമുക്കിപ്പോ ഫസ്റ്റ് സെം നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. സെക്കൻഡ് സെം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോവാം. അതായത് MMPC 009, അതായത് രണ്ടാമത്തെ സബ്ജക്ട്. നമുക്ക് 007 വരെയാണ് ഫസ്റ്റ് സെം പറയുന്നത്. സെക്കൻഡില് രണ്ടാമത്തെ പേപ്പറാണ് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ്, അതാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ബ്ലോക്ക് 2 ഓപ്പറേഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. ആൻഡ് ബ്ലോക്ക് 3 പറയുന്നത് കപ്പാസിറ്റി പ്ലാനിംഗ്, വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ്. ആൻഡ് ബ്ലോക്ക് 4 പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് MMPC 010 ആണ് നമ്മുടെ അടുത്തത്. ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സ്.
ആൻഡ് ബ്ലോക്ക് 2 പറയുന്നത് ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ്, ബ്ലോക്ക് 3 പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, ബ്ലോക്ക് 4 പറയുന്നത് പ്രൈസിംഗ് ഡിസിഷൻ. അടുത്തത് നമ്മുടെ MMPC 011 സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂ. അതിൽ ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ, ബ്ലോക്ക് 2 പറയുന്നത് ഇൻട്രാപേഴ്സണൽ പ്രോസസ്, ആൻഡ് ബ്ലോക്ക് 3 പറയുന്നത് ഇൻട്രാപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്, ആൻഡ് ബ്ലോക്ക് 4 എമർജിംഗ് ട്രെൻഡ്സ്. ഇത്രയാണ് MMPC 011 പറയുന്നത്. അടുത്തത് MMPC 012 സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതിന്റെ ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റും, ബ്ലോക്ക് 2 പറയുന്നത് എൻവയോൺമെന്റൽ അനാലിസിസും, ബ്ലോക്ക് 3 ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി, ആൻഡ് ബ്ലോക്ക് 4 സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. ഇത്രയാണ് അതിൽ പറയുന്നത്. അടുത്ത സബ്ജക്ട് MMPC 013 ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോയിലെ ഫസ്റ്റ് ബ്ലോക്ക് ഓവർവ്യൂ ഓഫ് ബിസിനസ് ലോ, ആൻഡ് ബ്ലോക്ക് 2 ബിസിനസ് ഫോംസ് ആൻഡ് ലെജിസ്ലേഷൻ, ആൻഡ് ബ്ലോക്ക് 3 ബിസിനസ് കോൺട്രാക്ട്, ബ്ലോക്ക് 4 ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻസിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബിസിനസ്, ആൻഡ് ബ്ലോക്ക് 5 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, ആൻഡ് ബ്ലോക്ക് 6 ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലം പേപ്പർ വരുന്നുണ്ട്. MMPC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബ്ലോക്ക് 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ, ബ്ലോക്ക് 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ആൻഡ് ബ്ലോക്ക് 3 ഫിനാൻസിംഗ് ഡിസിഷൻ, ബ്ലോക്ക് 4 ഡിവിഡൻഡ് ഡിസിഷൻ, ആൻഡ് ബ്ലോക്ക് 5 എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് സെം വരെ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയർ അതായത് ഈ 14 കൂടി MMPC 0014 ഫിനാൻഷ്യൽ മാനേജ്മെന്റോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിച്ച് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അസൈൻമെന്റും അതുപോലെ തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുബീന മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, അപ്പൊ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ലോജിച്ചാമ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് സെമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന്. അതേപോലെ തന്നെ ഇനി വരാനുള്ള സെക്കൻഡ് സെമിസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്ട് ഉണ്ട്, അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പൊ പഠിക്കാനുള്ളത് ഏകദേശം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് അല്ലെ. എക്സാമിന് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി എങ്ങനെ നമുക്ക് അസൈൻമെന്റ് എഴുതാം, അസൈൻമെന്റിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവാം. അപ്പൊ ഇനി നമുക്ക് അസൈൻമെന്റിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത്. നോർമലി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു സെമസ്റ്ററിൽ 7 പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ആ 7 പേപ്പറിന് നമുക്ക് എന്തുണ്ട്, അസൈൻമെന്റ്സ് നിർബന്ധമാണ് എഴുതി വെക്കല്. അത് ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ അസൈൻമെന്റ് എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ നോർമലി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം വരും. നിങ്ങളിപ്പോ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം വരുന്നുണ്ടാവുക ഈ ഡിസംബറിലായിരിക്കും. 2025 ഡിസംബറിലാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം വരിക. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലി നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് വരുന്നുണ്ടാവുക സെപ്റ്റംബറിലായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും നമുക്ക് സബ്മിഷൻ ഡേറ്റ് വരുന്നുണ്ടാവുക. ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് ജനുവരി ബാച്ച് ആണ് എങ്കിൽ അതിന്റെ തൊട്ട് ഒന്നും കൂടെ കഴിഞ്ഞിട്ട് അല്ലെ നമ്മുടെ എക്സാം വരുന്നുണ്ടാവുക ജൂണിലായിരിക്കും. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പായിട്ടൊരു ഏപ്രിൽ ഒക്കെ ആയിട്ട് മാർച്ച് ഏപ്രിൽ സമയത്തായിരിക്കും നമുക്ക് എന്ത് വരിക, അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് വരിക. ഇപ്പൊ നമുക്ക് ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക ഈ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരിക്കും ഡേറ്റ് വരുന്നുണ്ടാവും. അപ്പൊ ഏകദേശം അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളെ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ ഒക്കെ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എക്സാമിനൊക്കെ എഴുതുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ചിലത് ഷോർട്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ എല്ലാവരും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയേക്കുക. പിന്നെ കോപ്പി അടിച്ചിട്ടൊന്നും എഴുതാതിരിക്കുക. അതേപോലെ തന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേഷൻ എന്ന രൂപത്തിലൊന്നും എഴുതാതെ നല്ലതായിട്ട് തന്നെ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്കറിയാം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി സെന്ററിലാണ്. അപ്പൊ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് അവർ അവിടെ നിന്ന് തരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. തരുന്നില്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആരാണോ നിങ്ങളുടെ അസൈൻമെന്റ് മെന്റേഴ്സ് അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ LSCs നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തന്നോളും. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് പോന്നാൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള നമുക്കൊരു ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും എവിഡൻസിന് ആവശ്യമായിട്ട് വന്നാൽ നമുക്കുള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതാണ് നമ്മുടെ അക്നോളജ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും കൈപ്പറ്റിയിട്ടുണ്ടെന്നൊന്ന് ഉറപ്പുവരുത്താം. പിന്നെ ഇത്
നമ്മൾ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അത് ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസ് മാർക്ക് ഉണ്ട്. അസൈൻമെന്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പർട്ടിക്കുലർ പേപ്പർ നമുക്ക് പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അസൈൻമെന്റിന് വേണ്ട പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% മാർക്സ് ആണ്. നമ്മൾ എഴുതിയിട്ടുള്ളത് 100 മാർക്സിലോട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അതിനകത്ത് 40% മാർക്സ് കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അസൈൻമെന്റ് പാസ്സാവുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് 40% മാർക്സ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി നമ്മളത് എഴുതേണ്ടതായിട്ട് വരികയും ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. TEE എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർമലി ഇഗ്നോയുടെ എക്സാം നടക്കാറുള്ളത് ഡിസംബർ സൈക്കിളിലും അതുപോലെ തന്നെ ജൂൺ സൈക്കിളിലും ആണ്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നടന്നു വരാറുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം നടക്കുന്നുണ്ടാവുക ഈ ഡിസംബറിലായിരിക്കും. ഓക്കെ, അപ്പൊ എക്സാം തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്ക്, ഡിസംബറിലെ സൈക്കിളിലോട്ടുള്ളത് ഏകദേശം സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്ക് എക്സാം രജിസ്ട്രേഷന് വിളിക്കും. ഇനി ജൂൺ സൈക്കിളിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫീസ് ഒക്കെ അടച്ചിട്ട് ഏതൊക്കെ പേപ്പേഴ്സ് ആണോ നമുക്ക് എഴുതാനുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എക്സാം അപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കറക്റ്റ് ഡേറ്റിന് തന്നെ നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ എക്സാമിന് മാർക്കും തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് 40% മിനിമം പെർ പേപ്പറിന് കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ എക്സാം നമുക്ക് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസൈൻമെന്റിന് 40% മാർക്ക് വേണം. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസ് പാസ്സാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 40% മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ആ പേപ്പർ നമുക്ക് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. ഇൻ കേസ് 40%-ൽ കുറവാണ് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻസ് കിട്ടിയത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ നമ്മളത് റീഅപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ റിപ്പീറ്റഡ്ലി അത് എഴുതി എടുക്കേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ ഇനി അസൈൻമെന്റിന്റെ പാസ് മാർക്ക് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ എക്സാമിനേഷന്റെ പാസ് മാർക്ക് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഫൈനൽ റിസൾട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് അസൈൻമെന്റിന് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്സിന്റെ 30%-ഉം അതേപോലെ തന്നെ എക്സാമിന് നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ 70%-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് 100%-ലോട്ട് നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഔട്ട് ഓഫ് 100-ൽ ടോട്ടൽ വരുന്ന സമയത്ത് 50% മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു പേപ്പർ നമുക്ക് പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അസൈൻമെന്റ് നമുക്ക് 40% ഉണ്ടെങ്കിൽ അസൈൻമെന്റ് പാസ്സാവുള്ളൂ. അതേപോലെ തന്നെ 40% മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം പാസ്സാവുള്ളൂ. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് അത് ആഡ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അസൈൻമെന്റിന് 30 വെയിറ്റേജിലോട്ടും അതുപോലെ തന്നെ എക്സാമിനേഷൻസിന് 70%-ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ 100%-ലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര പെർസെന്റേജ് മാർക്ക് വേണം, 50% മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ള ടേം? ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും 40% മാർക്സ് അറ്റൈൻ ചെയ്യാനായിട്ട് എഴുതരുത്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് തന്നെ എഴുതുക. എക്സാമിന് തന്നെ നന്നായിട്ട് തന്നെ പഠിച്ച് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ പാസ്സായി നമുക്ക് 50% ഓവറോൾ വന്നാൽ മാത്രമേ നമുക്ക് ഒരു പേപ്പർ പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ ഇതിനെ മാപ്പ് ചെയ്ത് എടുക്കണേ നമുക്ക് നോക്കാം. എന്തൊക്കെ റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നത്. നേരത്തെ ഒരു ഓവറോൾ ഐഡിയ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നോർമലി നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഹെൽപ്പ് ബുക്ക് ഉണ്ട്. ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സിനെ ഒന്ന് ചുരുക്കിയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഒരു ഹെൽപ്പ് ബുക്ക് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഗ്നോയുടെ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് SLM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ SLM-ലൂടെ നമുക്ക് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ട് പറ്റുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എക്സാം പീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും.
EST എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അതിന് ആൻസർ ചെയ്യേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, എക്സാം PDF സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഈ റിസോഴ്സുകളൊക്കെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ പഠനം മെച്ചപ്പെടുത്താനായിട്ട് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ഫാസ്റ്റ് ട്രാക്ക് പാത്ത് ആണ് നമ്മൾ പറയുന്നത്. ഇനി എല്ലാ സമയത്തും ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റിക്കോളണമെന്നൊന്നും വരില്ല. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്, ഷോർട്ട് നോട്ടുകളുണ്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ ഹിന്റുകളുണ്ട്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില വീക്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾ തിരക്കിലൊക്കെ പെടുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ബിസി ഷെഡ്യൂൾ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പോർഷൻസ് കവർ ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഒരു 1.25 സ്പീഡിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ബുക്ക് ഒന്ന് വായിച്ചും കൂടെ നോക്കുകയാണെങ്കിൽ സമ്മറി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സമ്മറി ഫോർമാറ്റ് ആയിരിക്കും നമ്മളെ ഹെൽത്ത് ബുക്കിൽ ഉണ്ടാവുക. അപ്പൊ അതും കൂടെ ഒന്ന് റീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മുടങ്ങാണ്ട് തന്നെ അത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്ന രൂപത്തിലോട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ബിസി വീക്ക് ഒക്കെ വരുന്ന സമയത്ത് ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റഡി ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് എക്സാം അടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പഠനം നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നോർമലി നമ്മൾ പോകുന്ന പോലെ സ്ലോ മോഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നോക്കി പോകുന്ന സമയത്ത് നമുക്ക് എക്സാം അടുത്ത സമയങ്ങളിൽ നമുക്ക് എല്ലാം കവർ ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പൊ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത പേപ്പേഴ്സ്, കവർ ചെയ്യാനുള്ള പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ എക്സാം അടുക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എക്സാം പീഡിയ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ PYQA നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ട്. അപ്പൊ ഈ അൾട്ടിമേറ്റ് അനാലിസിസിനകത്ത് നമുക്കൊരു 4-5 തവണയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഒരു ഇൻഡെപ്ത് അനാലിസിസ് തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ PYQA എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എത്ര തവണ ക്വസ്റ്റ്യൻസ് അത് വന്നിട്ടുണ്ട്, റിപ്പീറ്റ്ലി എത്ര തവണയാണ് ചോദിച്ചിട്ടുള്ളത്, എത്ര മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പൊ അതും അതുപോലെ തന്നെ ഓരോ ലെസൺ വൈസ് നമ്മൾ തന്നിട്ടുള്ള എക്സാം PDFs ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് അത് അനലൈസ് ചെയ്ത് പഠനം നിങ്ങൾക്ക് ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക. എക്സാം അടുക്കുന്ന സമയത്ത് ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് ചെയ്യുന്ന രൂപത്തിലോട്ട് നിങ്ങൾ മാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അസൈൻ എക്സാം ഒക്കെ നമുക്ക് എഴുതി ബുദ്ധിമുട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഗ്യാപ്പ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ എക്സാം ഹോൾ കയറുന്ന സമയത്ത് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് എഴുതി തന്നെ ശീലിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇനി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ നിങ്ങൾക്ക് തന്നെ വരുന്നില്ല എങ്കിൽ നമ്മളെ ഹെൽത്ത് ബുക്ക് ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസേഴ്സ് ഒരു 2 ടൈംസ് എങ്കിലും എന്ത് ചെയ്യുക, ആൻസേഴ്സ് ഒക്കെ ഒന്ന് എഴുതി ശീലിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇതും തന്നെ എക്സാം അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തിയേക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽത്ത് ബുക്കിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളൊക്കെ ഒന്ന് സ്ലോലി കാണാനായിട്ട് ശ്രദ്ധിക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പീഡിലിട്ട് കാണുന്ന സമയത്ത് നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാതെ പോകും. അപ്പൊ ഒന്ന് സ്ലോലി ഇട്ടിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ലെക്ചേഴ്സ് കാണുക. അതുപോലെ തന്നെ എക്സാം PDയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് ആൻസർ നമുക്ക് ആ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റെക്കോർഡഡ് ലെക്ചർ, നമ്മുടെ കോർ സ്റ്റഡി സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് തന്നെയാണ്. ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുമ്മാ നമുക്ക് ഒരു ബ്ലോക്ക് ഒന്നിച്ചൊരു വീഡിയോ ക്ലാസ് ആയിരിക്കത്തില്ല നമ്മൾ തന്നിട്ടുണ്ടാവുക. നോർമലി നമ്മൾ ബ്ലോക്ക് വൈസും അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് വൈസ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ്സുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ റിവിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് വൈസ് റിവിഷൻസ് ഒക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നോർമലി നമുക്ക് കാണാം, അല്ലെങ്കിൽ 1.25 സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി കീവേഡ്സ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിടങ്ങളിൽ അല്ലെങ്കിൽ വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി
നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിക്ക ആൾക്കാരും വിത്ത് മെന്റലും വിത്തൗട്ട് മെന്റലുള്ള ലേണേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. വിത്ത് മെന്റലുള്ള ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് കൺസേൺഡ് മെന്റേഴ്സിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്നതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് LSC ആണെങ്കിൽ അവരുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിലൊക്കെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ഉറപ്പുവരുത്താം. ഇനി അതേപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ ഹെൽപ്പ് ബുക്ക് എന്താ നേരത്തെ ഒന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സമ്മറി ഫോർമാറ്റ്, ഓരോ കൺസെപ്റ്റിന്റെ ഒരു സമ്മറി ഫോർമാറ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹെൽപ്പ് ബുക്കിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യം തന്നെ ഇൻ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ പോലും ഏകദേശം നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രൂപത്തിൽ തന്നെ ഒരു സമ്മറി ഫോർമാറ്റിൽ ഒരു ഷോർട്ട് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ തന്നിട്ട് കീ ടേംസ് ഒക്കെ തന്നിട്ട് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളെ ഹെൽപ്പ് ബുക്കും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. ഇനി നമ്മളത് എഴുതുന്ന സമയത്ത് ഡെഫിനിഷനുകളൊക്കെ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. ഇനി നമ്മുടെ എക്സാം പീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ എക്സാം പീഡിയ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ലെസണിനകത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാം പീഡിയ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എക്സാം പീഡിയയില് ഓരോ ലെസണിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അത് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹിന്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാം പീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതും തന്നെ ഓരോ ലെസൺ നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് ഒക്കെ നോക്കിയതിനു ശേഷം ഈ എക്സാം പീഡിയ കൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊന്ന് എഴുതി തന്നെ നിങ്ങൾ അത് ശീലിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 2 തവണയെങ്കിലും എഴുതുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് അതേപോലെ തന്നെ ഒരു മിറർ എഫക്ട് പോലെ തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ്. അതും തന്നെ നിങ്ങൾക്ക് ഓൺബോർഡ് സെഷൻസിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. ഓൾറെഡി നമുക്കറിയാം അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിനകത്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവുന്നുണ്ടാവാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ ആൻസർ കീ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്തോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാറുണ്ട്. അത് ഈ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു ആൻസർ ഗൈഡ് ബുക്ക് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അവൈലബിൾ ആക്കി തരുന്നത്. അപ്പൊ കോപ്പി അടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അതൊരു ആൻസർ ഗൈഡ് ബുക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ വേർഡ്സിലോ അല്ലെങ്കിൽ കൂടുതൽ റെഫർ ചെയ്തിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40% വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ അസൈൻമെന്റ് എഴുതരുത്. ആ 100 മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ് നന്നായിട്ട് തന്നെ നിങ്ങൾ അത് എഴുതിയിട്ട് സ്റ്റഡി സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് PYQA നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഇൻഡെപ്ത് അനാലിസിസ് കണ്ടക്ട് ചെയ്ത് 4-5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഡയഗ്രാംസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പിനകത്ത് ഇപ്പോഴും നിങ്ങൾക്ക് കണ്ടന്റ് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള PYQA നിങ്ങൾക്ക് അതിനകത്ത് ഡോക്യുമെന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം ഒന്നുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഓക്കെ ആണ്, എഴുതാൻ പാകത്തിന് നമ്മളിത് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിക്കുക. നെക്സ്റ്റ് മെന്റർ പവേർഡ് ആണ്. നമ്മളിവിടെ വിത്ത് മെന്റർഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിത്ത് മെന്റർഷിപ്പ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലൈവ് സെഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് റിവിഷൻ സെഷൻ പോലെ നമുക്കൊരു ലൈവ് സെഷൻസ് എല്ലാ പേപ്പേഴ്സിനും നമുക്ക് എന്ത് അവൈലബിൾ ആണ്, ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ് നമ്മൾ അവൈലബിൾ ആക്കാറുണ്ട്. എക്സാം ടൈം ആകുമ്പോഴേക്ക് എക്സാം സ്പെഷ്യൽ ആയിക്കൊണ്ട് തന്നെ ലൈവ് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. ഇത് വിത്ത് മെന്റർഷിപ്പിൽ മാത്രമുള്ള സ്റ്റുഡൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടെയാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെന്റർ ആൻഡ് കെയർ ആണ്. അപ്പോ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഇഗ്നോ മോഡൽ എക്സാം ആണ് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോ നോർമലി നമുക്കറിയാം നമ്മൾ എത്രത്തോളം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഫസ്റ്റ് എക്സാമിന്റെ സമയത്ത് നമുക്കൊരു ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എങ്ങനെ നമ്മൾ എക്സാം എഴുതും, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാൻ പറ്റുമോ, ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക, എങ്ങനെ എനിക്ക് എഴുതുക, ഞാൻ ആ സമയം എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, 3 മണിക്കൂറിനകം എനിക്ക് 100 മാർക്കിന് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പല പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന്റെ സമയമാകുമ്പോൾ വരാറുണ്ട്. അത് നോർമലി നമ്മൾ ആദ്യത്തെ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ നമുക്ക് പിന്നെ ഉണ്ടാവാറില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ടെൻഷൻ റിലീഫിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഗ്നോ മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളൊരു റിയൽ ക്ലാസ് റൂമിൽ പോയിട്ട് എക്സാം എഴുതുന്നത്, അതേ എഫക്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേൺവൈസിന്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് 3 ഹവേഴ്സിന്റെ എക്സാം തന്നെയായിരിക്കും, 100 മാർക്സിലോട്ട് തന്നെയായിരിക്കും നമ്മൾ എക്സാം തരുന്നുണ്ടാവുക. സെയിം ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അതേ എഫക്ട് തന്നെ അപ്പൊ ആ ഒരു എക്സാം എഴുതി കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നെക്സ്റ്റ് ഒറിജിനൽ എക്സാമിനോട്ട് പോകുന്ന സമയത്ത് കൂൾ ആയിട്ട് പോയി എക്സാം എഴുതി പോരാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇഗ്നോ മോഡൽ എക്സാം പ്ലാൻ ചെയ്തിട്ടുള്ളതും നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടക്ട് ചെയ്ത് പോരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ടിഇ ഹെൽപ്പ് ഡെസ്ക്. ഈ ടിഇ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ടേമിനൽ എക്സാമിനേഷൻസിന്റെ സമയമാകുമ്പോഴേക്കും ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്നു. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അതും നമുക്ക് ടെൻഷൻ ആയിരിക്കും, ഞാൻ ചെയ്താൽ ശരിയാവോ, എനിക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് ലേണേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. ഇഗ്നോ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടെൻഷനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇഗ്നോയുടെ ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ ലേൺവൈസിന്റെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ വരികയാണ്, മനുഷ്യനാണ് അല്ലെ, പല പല ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരു സ്ട്രെസ് റിലീഫിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമുക്കൊരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്കൊരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ നിങ്ങളുടെ മെന്റേഴ്സിനോ അല്ലെങ്കിൽ LSEO ഒക്കെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ സ്ലോട്ട് അവർ ബുക്ക് ചെയ്ത് തന്നോളൂ. നമുക്ക് നമ്മളെ ടെൻഷൻ ഒന്ന് റിലീഫ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ അത് കൂടാതെ നമുക്ക് EP എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ചില ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലെ, എനിക്ക് ഇംഗ്ലീഷ് അത്ര ഒരു വശം കിട്ടുന്നില്ല, എന്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉള്ള ലേണേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് എൻട്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് നിങ്ങളെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഒന്ന് എൻറിച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി കരിക്കുലർ ഇവന്റ്സ്, നമ്മുടെ കരിക്കുലർ ഇവന്റ്സും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ലേൺവൈസിനകത്ത് കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാം. അതുപോലെ തന്നെ അപ്സ്കില്ലിംഗ് ആണ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയിരുന്ന വേറൊരു സെഷൻ ആണ് നമ്മുടെ അക്കാദമിക് ടൈം ടേബിൾ റോൾ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോ നോർമലി ഇപ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫസ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 7 സബ്ജക്ട് പഠിക്കണമെന്ന്. അപ്പൊ അത് എങ്ങനെ നമ്മൾ പഠിക്കണം, അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. 7 സബ്ജക്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം. അപ്പൊ ഇത് എങ്ങനെ നമ്മളിത് പഠിക്കണം, ഇത് ചില ലേണേഴ്സ് ചോദിക്കാറുണ്ട്, ഇതിൽ ഏത് സബ്ജക്ട് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യണ്ടേ, എങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് നോക്കേണ്ടത്, എങ്ങനെ നോക്കിയാൽ ഇത് കംപ്ലീറ്റ് ആവുക, ഇത് നമുക്ക് ഈ ഒരു സമയത്തിന് കംപ്ലീറ്റ് ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുന്ന ഒരുപാട് ലേണേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ടൈം ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും, കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിന്റെ ടൈം ടേബിളിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് സെഷൻസും നടക്കുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് സെഷൻസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് പറഞ്ഞ റിവിഷൻ സെഷൻസ് ആണ്. അപ്പൊ മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതാത് പോർഷൻസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോർമലി നമ്മൾ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്. നമ്മുടെ MMPC 001 നിന്നാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ടൈം ടേബിൾ എന്നുള്ള നിലക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഒരു ദിവസം 2 ലെസൺ കാണുന്ന രൂപത്തിലാണ് നമ്മൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് മോർണിംഗ് ഷിഫ്റ്റും ഒന്ന് ഈവനിങ് ഷിഫ്റ്റും ആയിരിക്കും. ഒന്ന് 10 AM ആണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് 7:30 PM ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ സമയത്ത് തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾ 2 ക്ലാസ് എങ്കിലും കവർ ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്കത് ഒരു
ടൈം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 2 ലെസണെങ്കിലും കവർ ചെയ്യാം. ഇനി 2 മാത്രം കവർ ചെയ്താൽ മതി എന്നോർത്ത് നിൽക്കണ്ട. നിങ്ങൾക്ക് ടൈം കിട്ടുന്നവരാണ് അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 4ഉം 5ഉം ക്ലാസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുക. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ക്ലാസ് മിസ്സായി പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഈ രൂപത്തിലൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ MMPC 001 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം 2 ലെസൺ എന്നുള്ള രൂപത്തിലാണ് പോയിട്ടുള്ളത്. അപ്പോ അതിനിടക്ക് നിങ്ങൾക്ക് ഓരോ കളർ ചേഞ്ചിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. റിവിഷന്റെ ടൈം എന്ന് പറഞ്ഞാൽ ലൈവ് റിവിഷൻ സെഷൻ പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കണ്ട എന്നല്ല, പഠിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞ ഭാഗത്തിന്റെ അപ്പൊ ആ ഒരു 2-3 ലെസൺ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ആ ഒരു ഓരോ ബ്ലോക്കിന്റെ ലൈവ് ക്ലാസ് ആണ് പറയുന്നത്. ബ്ലോക്ക് വൈസ് ആയിരിക്കും നമുക്ക് ലൈവ് പോകുന്നുണ്ടാവുക, ലൈവ് ക്ലാസ് റിവിഷൻ ക്ലാസ് പോകുന്നുണ്ടാവുക. അപ്പൊ അത് നടക്കുന്ന ടൈമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഡേറ്റ് തന്നെയാണെന്നല്ല, ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ വരും. അതേപോലെ തന്നെ നിങ്ങൾക്കും തന്നെ നിങ്ങളെ കൺവീനിയന്റ് ഉള്ള ടൈമിൽ ഇത് പഠിച്ചെടുക്കാനും സാധിക്കും. അപ്പൊ ആദ്യം വരുന്നത് MMPC 001 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്ട് MMPC 007 ആണ്. അപ്പൊ ഈ 1 എന്ന് പറയുന്ന സബ്ജക്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് 22 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഇനിയും ആരെങ്കിലും നമ്മുടെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 22 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ MMPC 001ന്റെ പേപ്പർ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുകയും കൂടെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന MMPC 007 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും തന്നെ ഏകദേശം ഒരു 24th നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 24th സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു 5th ഒക്കെ ആകുമ്പോഴേക്ക്, സെപ്റ്റംബർ 5th ഒക്കെ ആകുമ്പോഴേക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ലൈവിന്റെ സമയം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ്. അപ്പൊ ആ ടൈം ആകുമ്പോഴേക്ക് കൺസേൺഡ് ബ്ലോക്ക് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്താണെങ്കിലും നിങ്ങൾ എൻഷുർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് MMPC 002 ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ MMPC 004 ആണ്, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക MMPC 005 ആണ്, നമ്മുടെ QTയുടെ പേപ്പർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് MPC 06 ആണ്, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പേപ്പർ ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 21 ഒക്ടോബറോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതൊരു ഏകദേശം ഒരു നവംബർ ഫസ്റ്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നവംബർ 2 കൂടി നമ്മൾ ലാസ്റ്റ് പേപ്പർ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് MPC 003 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഏകദേശം ഈ പറഞ്ഞതുപോലെ തന്നെ നവംബർ ഒരു 15th ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ഈ ഒരു പ്ലാനിങ്ങിൽ തന്നെ നിങ്ങൾ ഓരോ 2 ലെസൺ വെച്ച് ഓരോ ദിവസം കണ്ടിട്ട് പോവുകയാണെങ്കിൽ പോലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നവംബർ 15th ആകുമ്പോഴേക്ക് ഫുൾ ബ്ലോക്സ് ഫുൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അങ്ങോട്ട് എക്സാമിന് പിന്നെ നമുക്ക് സമയമുണ്ട്. ഈ സമയങ്ങൾ മാക്സിമം നിങ്ങൾ റിവിഷൻ സ്റ്റഡീസിനായിട്ട് യൂസ് ചെയ്യുക. ഇതിനിടയ്ക്ക് നമുക്ക് അസൈൻമെന്റ്സും വരാനുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ് ഒക്കെ നടക്കുന്ന സമയങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റിന്റെ സമയം കണ്ടെത്തുക. അതിനുള്ള അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതിക്കൊള്ളുക. പറ്റുന്ന സമയം നിങ്ങളുടെ സമയം നിങ്ങൾക്കാണ് അറിയാവുന്നത്. അപ്പൊ നമ്മുടെ ഫ്രീ ടൈം എപ്പോഴാണ് നോക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനും അതുപോലെ തന്നെ വീഡിയോ കാണാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ 15th ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് റിവിഷൻ സ്റ്റഡീസും സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് നടത്തി ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പാകത്തിന് തന്നെയാണ് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ആക്ഷൻ ടാസ്ക് ആണ്. നമുക്ക് അറിയാം നോർമലി ഓൾറെഡി ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റും സെക്കൻഡും തേർഡും സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ 3 സെഷൻസിന്റെയും ആക്ഷൻ ടാസ്ക് നിങ്ങൾ കൺസേൺഡ് വെൻഡേഴ്സ് അല്ലെങ്കിൽ LSCs നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് നമ്മുടെ 4th സെഷൻ ആണ്. ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് നമ്മളെ ആക്ഷൻ ടാസ്ക് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് നമുക്ക് അറിയാലോ അല്ലെ. നമ്മൾ 4th സെഷൻ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു. അപ്പൊ ഇതിൽ വരുന്ന ആക്ഷൻ ടാസ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പേരൊന്ന് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഏത് പ്രോഗ്രാം ആണ്, നമ്മളിപ്പോ MBA ആയതുകൊണ്ട് MBA എന്നുള്ള പ്രോഗ്രാം കൊടുക്കുക. അതേപോലെ അസൈൻഡ് മെന്റേഴ്സ് അല്ലെങ്കിൽ LSC, നിങ്ങൾ മെന്റർ ആണെങ്കിൽ മെന്ററുടെ പേര്, LSC ആണെങ്കിൽ LSCയുടെ പേര് കൊടുക്കുക. അതോടൊപ്പം തന്നെ
നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് റാങ്ക് ചെയ്യാണ്. റാങ്ക് ഓൾ യുവർ ഫസ്റ്റ് ഇയർ കോഴ്സ് മോസ്റ്റ്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലോജിഷ മാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കാനുള്ള 7 സബ്ജക്ട് ഏതൊക്കെയാണ് എന്നും അതേപോലെ തന്നെ അത് എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ഇയറിന്റെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് അത് ഫസ്റ്റും സെക്കൻഡും കൂടെ നോക്കിയിട്ട് പറയണേ. ഫസ്റ്റും സെക്കൻഡും കോഴ്സ് നോക്കിയിട്ട് അത് വെച്ച് നിങ്ങളൊന്ന് റാങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള പേപ്പർ ഏതാണോ അതിന് നിങ്ങൾക്ക് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുക. അത് പിന്നെ റാങ്ക് 1, 2, 3, 4 എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഇയറിലെ 14 പേപ്പേഴ്സിനെ ഒന്ന് റാങ്ക് ചെയ്യുക കേട്ടോ. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. റാങ്ക് 1 എന്ന് കൊടുക്കുക. ഏതിനാണോ നിങ്ങൾക്ക് റാങ്ക് 1 കൊടുക്കാൻ തോന്നുന്നത് അത് കൊടുക്കുക. റാങ്ക് 2 അത് കഴിഞ്ഞിട്ട് ഏതാണോ നിങ്ങൾക്ക് വരുന്നത് അതങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്ട് ഏതാണോ അതിന് നിങ്ങൾക്ക് 14ാമത്തെ റാങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് സെമസ്റ്റർ 1ന്റെയും സെമസ്റ്റർ 2ന്റെയും രണ്ടിന്റെയും തന്നെ സബ്ജക്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് മാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പേപ്പറിന്റെ പേര് മാത്രമല്ല അതിന്റെ കോഡും കൂടെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ അതൊന്ന് റാങ്ക് ചെയ്തിട്ടേക്കണം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇത്രയും സബ്ജക്ട് നമ്മൾ പറഞ്ഞു, ഈ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്ട് ഏതാ? ഞാൻ ആദ്യം തന്നെ അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ചാറ്റ് ബോക്സിനകത്ത് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആക്ഷൻ ടാസ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും തന്നെ വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ 14 പേപ്പേഴ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇത്രയും പേപ്പേഴ്സിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏത് ഒരു സബ്ജക്ട് അറിയണം തോന്നിയത് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ റാങ്ക് 1 അതിനായിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നീ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ റാങ്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, ഇൻട്രസ്റ്റ് കുറവുള്ള ഒരു പേപ്പർ, അതിനുള്ള കാരണം ആ പേപ്പറിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് കുറവാവാനുള്ള കാരണം എന്താണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് അവിടെ നിന്ന് കൊടുക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ലേണിംഗിന്റെ ഇന്റൻഷൻ ആണ്. എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻ ആണല്ലോ ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് നിങ്ങളുടെ സ്റ്റഡിയുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളതൊന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ട് എപ്പോഴാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ടൈം ടേബിളിനകത്ത് പല ടൈമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ കൺവീനിയന്റ് ടൈം യൂസ് ചെയ്യാം എന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏത് സ്ലോട്ടാണ് നിങ്ങൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ചിലർ വീക്ക്ലി ആയിരിക്കും മോർണിംഗിൽ ഒരു 30 to 60 മിനിറ്റ്സ്, അല്ലെങ്കിൽ വീക്ക് ഡേ ഈവനിങ്ങില് അല്ലെങ്കിൽ നൈറ്റിലായിരിക്കും 30 to 60 മിനിറ്റ്സ്, അല്ലെങ്കിൽ സാറ്റർഡേയിലും സൺഡേസിലും ആയിരിക്കും. അപ്പൊ ഏതാണോ നിങ്ങൾ പഠിക്കുന്ന സ്ലോട്ട് ഇതിൽ ഏതാണോ വരുന്നത് അതൊന്ന് മെൻഷൻ ചെയ്യുന്നു. ഇതിലൊന്നും അല്ല നിങ്ങൾ വരുന്നത് വേറെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ അതേഴ്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് മെൻഷൻ ചെയ്യാം. അത് ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു ക്വസ്റ്റിനോട് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റഡിയുടെ ലേണിംഗിന്റെ ഇന്റൻഷൻ പറയുന്ന സമയത്ത് ഈ പറഞ്ഞതൊന്നും അല്ല നിങ്ങളുടെ ഇന്റൻഷൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിവിടെ സ്പെസിഫൈ ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ. ഇനി ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ആണ് പറയുന്നത്. ഇവിടെ 1 എന്ന് പറയുന്നത് ഏറ്റവും ലോ ആണ്, ഹൈ ആയിട്ട് വരുന്നത് 5 ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഈ സെഷനിൽ കയറുന്നതിന് മുമ്പ് വരെയുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ ഓരോ സബ്ജക്റ്റും നമ്മുടെ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തപ്പോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്യുക. അത് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ 1 എന്ന് പറയുന്നത് ഏറ്റവും ലോ ആണ്, 5 ആണ് ഏറ്റവും ഹൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ സൂചിപ്പിച്ച് വെച്ചേക്കുക. ഇത്രയും നേരം നമ്മുടെ ഈ സെഷനിനകത്ത് നിങ്ങൾ നിന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്റെ ഭാഗത്തുനിന്നുള്ള ലേണേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള താങ്ക്സ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്.